ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സെൻറ്റർ മക്ടെക്. നമ്മുടെ വണ്ടി ഞാൻ ശരത്ത് തൃശ്ശൂർ കിട്ടിയോളെ. നമ്മുടെ വണ്ടിയുടെ ഫിറ്റിങ്സ് തുടങ്ങിയിട്ടുണ്ട്. ഡോറിൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു കിട്ടുക. ഡോറിൻ്റെ സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. മിറർ ഇതൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യം. ഉണ്ട്, ഇതൊക്കെ പുതിയതാണ്. ഔട്ടർ വെതർ സ്ട്രിപ്പ്, ഇന്നർ വെതർ സ്ട്രിപ്പ് സാധനങ്ങളൊക്കെ, ഈ ലോക്ക് അസംബ്ലി, ഈ ബീഡിങ് സാധനങ്ങളൊക്കെ പുതിയതാണ്. അതുപോലെ ഡിക്കിയുടെ മറ്റേ ബീഡിങ്സ് സാധനങ്ങളൊക്കെ നമ്മൾ പുതിയത് മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതെ ഇന്നർ ബീഡിങ്സ്, ഇത് ഒറിജിനൽ 3 കിട്ടിയിട്ടുണ്ട്, ഒരെണ്ണം കിട്ടിയിട്ടില്ല. അപ്പോൾ ഒരെണ്ണം കിട്ടുമാറ് ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കിയിട്ടേക്കാണ്. തുടച്ച് വൃത്തി ഉള്ളതിൽ തുടച്ച് വൃത്തിയാക്കിയിട്ട് ഒറിജിനലാണെച്ചെങ്കിൽ ഓരോന്ന് കിട്ടും, ഡ്യൂപ്ലിക്കേറ്റ് ആണെച്ചെങ്കിൽ സെറ്റായിട്ടേ കിട്ടുള്ളൂ. അപ്പോൾ അതുണ്ട്, അതൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ നമ്മളിത് ഇൻഡിക്കേറ്റർ സാധനങ്ങളൊക്കെ പുതിയത് മേടിച്ചിട്ടുണ്ട്, ബോക്സിൽ മേടിച്ചിട്ട് പുതിയത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഹെഡ്ലൈറ്റ് ഓൾറെഡി മേടിച്ചിട്ടുണ്ട്. നമ്മൾ മാരുതി ജെനുവിൻ സ്മാർട്ട് ഫ്ലാപ്പ് സെറ്റ് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഇപ്പോൾ കിട്ടത്തില്ല, പണ്ടേ കുറേ കാലം മുമ്പ് ഞാൻ മേടിച്ച് വെച്ചിട്ടുള്ളത് അത്. അപ്പോൾ അത്രയും സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. ഇനി കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ ഇപ്പോൾ ഇങ്ങനെ ഫിറ്റ് ചെയ്ത് വരുമ്പോൾ ദാസേട്ടൻ ഇനി അത് മേടിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴാണ് എനിക്ക് തന്നെ ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ അത് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഈ സാധനമല്ലേ, ഈ ബോണറ്റിലത്തെ ഇത് മാരുതിയുടെ അമ്പളൊക്കെയുള്ളൊരു സാധനമാണ്. പക്ഷെ ഇത് മേടിക്കാൻ കിട്ടില്ല. തൽക്കാലം ഇതിട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുക എന്നല്ലാണ്ട് വേറെ മാർഗ്ഗമില്ല. ഇവിടെ ഒന്നും കിട്ടാനില്ല. നിങ്ങളുടെ അവിടെ വല്ലയിടത്തും കിട്ടാണ്ട് ചെന്ന് പറയണേ. പിന്നെ ഫ്രണ്ട് ഫീഡിങ് വലിയ അലമ്പുണ്ടായിരുന്നില്ല, അത് കാരണം ആ ഫീഡിങ് തന്നെ പിടിപ്പിച്ചു. പിന്നെ മുകളിലത്തെ ഇത് കണ്ട, ഇത് റൂഫ് ലൈനിങ്, അത് പുതിയത് വെച്ചിട്ടുണ്ട്. ഈ ഡോറിൻ്റെ ഒക്കെ കംപ്ലീറ്റ് പുതിയ ഡോർ ബീഡിങ്ങാണ് കേട്ടോ. അവിടെ വെള്ള കാര്യങ്ങളൊക്കെ ഇനി ഇത് കഴിഞ്ഞ് വരുമ്പോൾ അകത്ത് കിടക്കാണ്ടിരിക്കാനായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്, അത് പുത്തൻ സാധനമായിട്ടുള്ളത്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. പിന്നെ നമ്മൾ ഒരു റൂഫ് ലൈനിങ് മേടിച്ചോണ്ടെന്ന് വെച്ചിട്ടുണ്ട്. റൂഫിൽ വരുന്നത് അത് സെക്കൻഡ്സാണ്, പുതിയതല്ല. നമ്മുടെ പവർ സ്റ്റിയറിങ് കൊടുന്ന കണ്ണൻ കൊടുന്ന അവിടെ ഒരു വണ്ടി പൊളിക്കുന്നുണ്ടായിരുന്നു. ഇതാകുമ്പോൾ കുറച്ചും കൂടി ഹീറ്റ് കുറവാകും ഉള്ളിലേക്ക് റൂഫ് വന്ന് തട്ടിയിട്ട്. മറ്റേതൊരു ചെറിയൊരു തുണിയുടെ ഒരു കഷ്ണം പോലത്തെ ഒരു പ്ലാസ്റ്റിക്കും മെറ്റീരിയൽ മെറ്റീരിയലാണ്. ഇത് ടിൻറ്റഡ് ഗ്ലാസ് ആണ് കേട്ടോ. ടിൻറ്റഡ് ഗ്ലാസ് നമ്മുടെ വണ്ടിയുടെ ഡോർ എടുക്കുമ്പോൾ കിട്ടിയതാണ്. ആ ഡോറ് എടുത്തപ്പോൾ കിട്ടിയ 2 ഗ്ലാസ്സാണ്. നമ്മൾ ഒഴിവാക്കിയിട്ട് നമ്മുടെ പഴയ ഗ്ലാസ് തന്നെ ഇട്ടേക്കുന്നത്. അപ്പോൾ ടിൻറ്റഡ് ഗ്ലാസും ഇപ്പോഴത്തെ ഗ്ലാസ് നമ്മൾ ആ കളർ ചേഞ്ച് നോക്കിയാൽ വ്യത്യാസം മനസ്സിലാവട്ടെ. അത് കണ്ടോ, ടിൻറ്റഡ് ഒരു പച്ച കളർ കയറിയിട്ടുള്ള ഗ്ലാസ് കണ്ടല്ലേ. ഇത് പണ്ട് AC വണ്ടികളിലൊക്കെയാണ് ടിൻറ്റഡ് ഗ്ലാസ് വരാം കേട്ടോ. സ്റ്റാൻഡേർഡ് വണ്ടികളിൽ ടിൻറ്റഡ് ഗ്ലാസ് വരാറില്ല. അപ്പോൾ ശരിയെന്ന് വെച്ചാൽ അടുത്ത വീഡിയോ ആയിട്ട് വരാം.